കൊച്ചപ്പച്ച പൈസ കൊടുക്കാൻ വരട്ടെ. എന്താ പ്രശ്നം? സ്റ്റാൻഡിൽ നിന്ന് കയറുമ്പോൾ ഞാൻ പറഞ്ഞു 90 രൂപ വണ്ടിയിൽ. അപ്പം പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. വണ്ടി കയറ്റി ഇതാ ഇവിടെ നിന്ന് പുള്ളി പറഞ്ഞു 60 തരത്തുള്ളൂ. എന്തുവാ ഈ മോട്ടറിന്റെ ഇരപ്പോണ്ട് ഞാനിത് കേട്ടില്ല. ഞാനിവിടെ സാധനം ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ ഒന്നാമത് കൊച്ചപ്പച്ചന് കേൾവി ഇച്ചിരി കുറവുണ്ട്. അപ്പൊ അത് പറയേണ്ട രീതിയിൽ പറയണം. പിന്നെ നിങ്ങൾ സ്റ്റാൻഡിൽ പുതിയതാണ്? അല്ലല്ല, ഞാൻ പഴയതാ. പക്ഷെ ഞങ്ങളിവിടെ കണ്ടിട്ടില്ല. ഇവിടെ അവരെ പറഞ്ഞതിന് 60 രൂപ തന്നെ പതിവായിട്ട് കൊടുക്കും. 60 രൂപ കൂടുതൽ ഒരു നയാ പൈസ കൊടുക്കണ്ട. നീ വേണമെങ്കിൽ 60 രൂപ തരും, അത് മേടിച്ചോണ്ട് ഇത് ഒരുമാതിരി നീ വയസ്സിന് മൂത്തോടെ കൊച്ചപ്പച്ച മാറി. അതെ, പൈസ തരാ ഇല്ലാത്തോണ്ടല്ല. പക്ഷെ നീ ഇപ്പൊ കാണിക്കണുണ്ടല്ലോ, ഇത് അഹങ്കാരമാണ്. നിന്നെ പോലുള്ളവരാണ് ബാക്കിയുള്ള ഓട്ടോറിക്ഷക്കാർ കൂടെ പേര് ദോഷം ഉണ്ടാക്കണത്. 90 രൂപ അല്ലാതെ ഞാൻ വാങ്ങിച്ചില്ല പൈസ. 60 രൂപ വേണേ മേടിച്ചോണ്ട് പോ. ഇല്ല, എനിക്ക് 90 വേണം. ഞാൻ ആരെന്നറിയാമോ? ഇവിടത്തെ ഈ പഴയ ഓട്ടോറിക്ഷ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. നിങ്ങൾ എവിടെ ഓടിണ്ടോ? നിങ്ങൾ എവിടെ പ്രസിഡന്റ് ആവാൻ ഓട്ടോ ഓടണമെന്നൊന്നുമില്ലടേ. എന്റെ പേരിൽ 2 ഓട്ടോ ഉണ്ടായിരുന്നു. യമൻ ഇവിടെ ഉള്ളതല്ല. യമൻ വേറെ ഇവിടെ ഗൾഫിൽ എങ്ങാണ്ട് പോയിട്ട് ഇപ്പൊ വന്ന് ആട്ടോ എടുത്തേന്ന് തോന്നുന്നു. ഇതാണ്ട് നീ എന്നെ കുറിച്ച് അന്വേഷിച്ചു നോക്കും. ഞാൻ ഇവിടുത്തെ DDT പാർട്ടിയുടെ പ്രമുഖനായ ഒരു നേതാവാണ്. എന്റെ പൊന്നെ സുഹൃത്തെ, ഞാൻ സമ്മതിക്കുന്നു. എനിക്കും ഉണ്ട് യൂണിയൻകാരൊക്കെ. ഞാനും വിളിക്കും അവരെയൊക്കെ. എന്തോന്നാ പ്രശ്നം? സ്റ്റാൻഡിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞു. ഇവിടെ പറഞ്ഞ 90 രൂപ ഉണ്ട്. നിർത്ത് ബിജു, നിന്നെയാണോ വിളിച്ചു പറഞ്ഞവൻ? ക്ലീറ്റോ, നീയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്റെ അളിയൻ പോലീസുകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പോലീസുകാരനെ ഇടിയും കൊണ്ട് അകത്ത് കിടന്നാ. പറഞ്ഞോട് ബിജു, ഇവിടെയൊക്കെ ഉള്ള ആളാണ് അയാൾ. അളിയൻ പോലീസുകാരനാണ്. നിനക്ക് വണ്ടിയൊക്കെ ചിലപ്പോൾ കാണും. നീ ഒരു കാര്യം ചെയ്യും, നീ കിട്ടണേനെ വാങ്ങിച്ചോണ്ട് പോ. ഒരു 70 രൂപ അടുക്കി 10 രൂപ കൂടുതൽ പോട്ട് എന്നാ കൊടു. നിന്റെ കൊണ്ട് കൊടുത്താ. ഞാനാണ് പറഞ്ഞത്. സോൾവ് ആയല്ല, പ്രശ്നം സോൾവ് ആയല്ല. ഞാൻ വലിയൊരു പ്രശ്നത്തിന്റെ ഇടയിലാണ് ഞാൻ ഓടി വന്നത്. നിന്റെ കേസായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അപ്പൊ എന്റെ ഒന്ന് പറ. പറഞ്ഞു തരണോടെ, അറിഞ്ഞൂടെ? നമ്മളൊക്കെ ഒരു കാര്യത്തിൽ ഇടപെട്ട് ഞാൻ അറിഞ്ഞൂടെ? നീ എന്തോന്നടാ ഇത്? എല്ലാം സോൾവ് ആക്കി കൊച്ചപ്പച്ച. അതെ, ഇപ്പൊ ബിജു പറഞ്ഞെന്താണെന്നറിയാമോ? ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് 10-40 ഓട്ടോറിക്ഷക്കാരന്മാരെല്ലാം കൂടി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു. ബിജുവാണ് ഇപ്പോൾ യൂണിയൻ്റെ പ്രസിഡന്റ്. ബിജു പറഞ്ഞാൽ പിന്നെ അതിലപ്പുറം ഒന്നുമില്ല. അതുകൊണ്ടല്ലേ സോൾവായി പോയത്. എന്നാലും 20 രൂപ നമുക്ക് ലാഭമായില്ലേ? അപ്പോൾ ഈ ബിജു യൂണിയൻ്റെ ഇതിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും ബിജുവിന് ചില്ലറ കൊടുക്കണം. പിന്നെ ഒരാൾ വന്ന് അയാൾ പാർട്ടി യൂണിയൻ്റെ എവിടെ അതല്ല ചില്ലറ, അതുകൊണ്ട് 500 മതി. ആയതുകൊണ്ടാണ് ഇതിൽ ഒതുക്കിയത്. എനിക്കറിയില്ല, കുഴപ്പമില്ല. പക്ഷെ അവനൊന്ന് പറഞ്ഞ് വിലക്കേരാ, അവനെ മുട കാണിക്കലെന്ന് പറഞ്ഞു. ഞാൻ യൂണിയന്റെ നേതാവല്ലേ, ഞാൻ പറഞ്ഞ അമ്മമാര് കേൾക്കും. അതല്ലേ വാങ്ങിച്ചോണ്ട് പോലെ 90 രൂപ കേസ് 20 രൂപ ലാഭം ഉണ്ടാക്കി തന്നില്ല. അതെനിക്കറിയാം, പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ ഇത് വാങ്ങിച്ചത്. ശരി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അവനെ ഈ മേലെ വിളിക്കുമ്പോ നിനക്ക് വിളിച്ചോടെ ഫോണിൽ. നീ എന്തോടാ ഇത്? നീയാണ് പറയണത്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അണ്ണാന്നൊക്കെ വിളിക്കണേ, അതല്ലേ? അപ്പൊ കാണാം. കൊച്ചപ്പച്ചനെ ഒരു കൈ കാണിച്ചിട്ട് പോ. ശരി, നമ്മളെ ശരി ഇടപെട്ട പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. എന്നല്ലേ പൊതുപ്രവർത്തകർ വിചാരിച്ചാലേ ഇതുപോലുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അതെ, 30 രൂപയ്ക്ക് 500 രൂപയുടെ കോംപ്രമൈസ്.